സുഹൃത്ത് സാറാണ്. നമ്മുടെ +1 ക്രിസ്മസ് എക്സാം മാത്സിന്റെ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അഭിപ്രായങ്ങളും കുറേ കളക്ട് ചെയ്തു. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാണ് ഇത് ഒട്ടുമിക്ക കുട്ടികൾക്കും വളരെ ടഫായിട്ടുള്ളതും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അവരെ അഫക്റ്റ് ചെയ്ത ഒരു എക്സാം തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ് എക്സാം എങ്കിൽ പബ്ലിക് എക്സാം ആണെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ കൂടെ. അതുകൊണ്ട് എനിക്ക് രക്ഷകർത്താക്കൾ മീൻസ് പേരൻസിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ പേരിൽ ഇപ്പോഴത്തെ ഇന്ന് നടന്ന എക്സാമിന്റെ പേരിൽ അവർ ഒരു രീതിയിലും വഴക്ക് പറയരുത്. അത് ഏതൊരു ആളാണേലും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു, നമ്മളെ പഠിപ്പിച്ചു, ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ കണ്ടു പഠിച്ചു, എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ പോയത്. പക്ഷെ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കുള്ളത് എന്താണ്, എല്ലാവർക്കും ഉള്ള സമയം കുറച്ച് 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ളത് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊന്നും പറ്റത്തില്ല. എക്സ്ട്രാ ഓർഡിനറി കുട്ടികൾ ഉണ്ടാവും, പക്ഷെ അവരെ മാത്രം വെച്ചുകൊണ്ടല്ലല്ലോ എക്സാം നടക്കുന്നത്. എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന എക്സാം നടക്കുമ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ അവർ നന്നായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലാവും. അവരാകെ അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും എഴുതാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മാറും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നുവെങ്കിൽ ഒന്നുകിൽ നേരത്തെ തന്നെ അതിന്റെ ഒരു ഹിന്റ്, ഒരു സൂചന ഒന്നുകിൽ അതിന് കൊടുക്കാം. എക്സാം ഒക്കെ ഈ വർഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ടഫായിരിക്കും. അതിനൊക്കെയുള്ള ഒരു സൂചന ഒന്നുകിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ കുട്ടികളിലോട്ടും പേരൻസിലോട്ടൊക്കെ എത്തിയാൽ നല്ലതാണ്. അപ്പൊ അതിനനുസരിച്ച് അവർ പ്രിപ്പയർഡ് ആവും. ഇല്ലെങ്കിൽ നമ്മൾ തോക്കുമെന്നങ്ങ് പറഞ്ഞേക്കണം, അതിനൊന്നും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ടഫ് ആവും, നിങ്ങൾ പഠിച്ചില്ലേ തോക്കും. ഇതൊന്നും നമ്മൾ അറിയിക്കാതെ കുട്ടികളിലോട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകളും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ടഫായിട്ടുള്ളതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേരിൽ കുട്ടികളെ ഞാൻ ഒരിക്കലും വഴക്ക് പറയുന്നുമില്ല, അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. ഏതൊരു വലിയ ഒരു സാറാണെങ്കിലും ഇപ്പൊ പഠിച്ചപ്പോ പല സാറുമാരായിട്ട് ഇപ്പൊ ഞാനും ഒക്കെ മാത്സ് പഠിപ്പിക്കുന്നവരാ. പക്ഷെ അവരൊക്കെ ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവര് ഫെഡപ്പ് ആയി പോകത്തേ ഉള്ളൂ, താഴെ പോകത്തേ ഉള്ളൂ. അവിടുന്ന് അത്രയ്ക്ക് നല്ലതായിട്ടൊന്നും എഴുതാനൊന്നും ഇത്രയും മീൻസ് ഇതിനകത്ത് നന്നായിട്ട് എഴുതണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. നല്ലതായിട്ട് പഠിച്ച് നല്ല രീതിയിൽ കൂടെ ഒക്കെ ഹാർഡ് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് മുഴുവൻ കംപ്ലീറ്റ് ആയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോകുന്നത്. കാരണം അത്രയ്ക്ക് അവർ പഠിക്കുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഫുൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ കൂടെ ഒക്കെ മീൻസ് നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കിട്ടത്തില്ല. എങ്ങനെ കിട്ടാനാ? അപ്പൊ ഈ ഫുൾ കിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഏകദേശം എനിക്ക് തൊട്ടൊരു 35 മാർക്കിലോട്ട് മേളിൽ പോയില്ല, അല്ലെങ്കിൽ 40 മാർക്ക്. അപ്പൊ ആ സമയത്ത് ജസ്റ്റ് പാസ്സായിട്ടുള്ളവരും പകുതി മാർക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡന്റൊക്കെ ഈ എക്സാമിന് എന്ത് കിട്ടാനാ? പിന്നെ നമുക്ക് ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ എക്സാം ഇത്തിരിടൊക്കെ ഒന്ന് ഈസി ആക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുമെന്നുള്ളത് നേരത്തെ ഒരു ഹിന്റ് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോറ്റുപോകുന്നെങ്കിൽ പ്രഖ്യാപിച്ചേര്. കാരണം കുട്ടികൾക്ക് അങ്ങനെ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നമുക്ക് സംഭവിച്ചിരുന്നത്, പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നല്ല ഈസി, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ടഫ്. ഇതൊന്നും കുട്ടികൾ അറിയുന്നില്ല, അവരിങ്ങനെ എളുപ്പം. അപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് പഠിപ്പിക്കുമ്പോൾ ഒരു പരിധി വരെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിന്റെ ആ ലെവല് എടുക്കുള്ളൂ. അതിൽ പോയി കഴിഞ്ഞാൽ പല കുട്ടികളും ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, അത് ചെയ്തിട്ട് കാര്യമില്ല, അതിനുള്ള ടൈമും ഇല്ല. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇനിയുള്ള എക്സാമിനെങ്കിലും കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ ഇതിന്റെ പേരിൽ നമ്മുടെ ഇപ്പോഴത്തെ +1 കുട്ടികളെ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇന്ന് അനുഭവിച്ച ആ സമയത്തുള്ള വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതേപോലെ ഉണ്ടാവും. അവർ നന്നായിട്ട് ഒരു ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് എക്സാം എഴുതാൻ ശ്രമിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള പാട് ഉണ്ടായത്. ക്വസ്റ്റ്യൻ്റെ ഉണ്ട്, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പല ക്വസ്റ്റ്യൻസുകളും വായിച്ച് തീർത്ത് നന്നായിട്ട് പഠിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഇച്ചിരൂടെയൊക്കെ ഒന്ന് ഒരു റിലാക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ മീൻസ് ആ രീതിയിലുള്ള ലിബറലായിട്ടുള്ള ക്വസ്റ്റ്യൻസോട് ഉൾപ്പെടുത്തി കുറച്ച് ഒരു 25% ക്വസ്റ്റ്യൻസുകളൊക്കെ ടഫ് ആക്കാം നന്നായിട്ട്. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് ഈസി ആക്കാം. അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ വർക്കൗട്ട് ചെയ്യിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല, സമയം കിട്ടില്ല. അത്രയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് എല്ലാം കൂടെ പറ്റത്തുമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ ഇതെല്ലാം അങ്ങ് ഡിക്ലെയർ ചെയ്യണം.
ക്വസ്റ്റ്യൻ ടഫ് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ടഫായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളൂ. കാരണം ഇനി പഠിക്കാൻ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇതിനുള്ള സർക്കിളിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ നിന്നും വ്യതിചലിച്ചുള്ള ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ചെയ്തു പോകാം, പക്ഷെ പറഞ്ഞു തരാൻ എക്സാമിന് ആരെങ്കിലും പറ്റുമോ? അതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, മാക്സിമം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക, നല്ലപോലെ ചെയ്ത് സ്പീഡ് ആവാനും പഠിക്കുക. സിംപ്ലിഫിക്കേഷൻസ് ആണേലും കാര്യങ്ങളാണേലും നന്നായിട്ട് മനസ്സിലാക്കി സ്പീഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും മാക്സിമം നമുക്ക് പഠിക്കാൻ എല്ലാവർക്കും ഇത്തിലൂടെ മീൻസ് നന്നായിട്ട് പഠിക്കാനുള്ള ആഗ്രഹവും മനസ്സും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.